അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജൂൺ 27, 2024. തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഇന്ന് 9 ഓഗസ്റ്റ് 2024. എൻ്റെ പേര് ബിബിൻ, വൈഫിൻ്റെ പേര് ലിജി, കുഞ്ഞുങ്ങൾ ജോഹാൻ, ജെറോം. എൻ്റെ മൂത്ത മോന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. 5ാം നിലയിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് 5th ഫ്ലോറിൽ നിന്ന് താഴെ വീണു. തലയിടിച്ചാണ് വീണത്. ബോധമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 5 ദിവസം വായിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുവാണ്. ഡോക്ടേഴ്സും നേഴ്സും പറഞ്ഞു രക്ഷയില്ല, കുഞ്ഞ് രക്ഷയില്ല, അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. 6ാം ദിവസം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു MRI സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. MRI സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാഡ് ന്യൂസ്, കുഞ്ഞ് ലോങ് ടൈം കിടക്കേണ്ടി വരും. വായിൽ കൂടാണ് വെൻറ്റിലേറ്ററിൻ്റെ ട്യൂബ് ഇട്ടിരിക്കുന്നത്. അത് മാറ്റി നമുക്ക് കഴുത്ത് കിഴിച്ച് കഴുത്തേ കൂടെ ട്യൂബ് ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ 2 ദിവസം കഴിഞ്ഞ് സൈൻ ചെയ്ത് തരാം. ഞങ്ങൾ താമസിക്കുന്നത് കുവൈറ്റിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്. ജപമാല ചൊല്ലുന്ന 900 പേരോളം ഗ്രൂപ്പിലുണ്ട്. ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ബ്രദറിൻ്റെ നമ്പർ കിട്ടി, ബാബു ബ്രദർ. അപ്പം ഞങ്ങളോട് പറഞ്ഞു നേരിട്ട് വന്നിട്ട് കാണാം, സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ജപമാലയും തേനും ഉപ്പും തന്നിട്ട് പറഞ്ഞു നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മുടെ മാതാവ് കൈവിടത്തില്ല, നമ്മുടെ മാതാവ് നമുക്കൊരു റിസൾട്ട് തരും, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളതുപോലെ തന്നെ ഞാൻ പിറ്റേ ദിവസം പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ട് ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് ഞാനും വൈഫും പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ചെന്നപ്പോൾ കുഞ്ഞിന് ഭയങ്കര പനിയാണ്. വൈഫ് ICU കയറി കണ്ടിട്ട് കുഞ്ഞിൻ്റെ പില്ലോയുടെ അടിയിൽ ജപമാല വെച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ കയറുമ്പോൾ കുഞ്ഞിൻ്റെ ചുണ്ടയിൽ തേൻ തേച്ച് കൊടുക്കും, മുടിയേൽ ഉപ്പിടും. അപ്പം ഉപ്പിട്ടു. ഡോക്ടർ ലാസ്റ്റ് പിറ്റേ ദിവസം പനിയായപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ധൈര്യം കൈവിടല്, കുഞ്ഞിന് പനി കണ്ടമാനം കൂടി, രക്ഷയില്ല, നമുക്ക് എന്തു വന്നാലും കൈവിടരുത്, നമ്മളെല്ലാത്തിനെയും അതിജീവിക്കണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ മുട്ടയെ കുത്തി മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ മാതാവി അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന വേദന അതെനിക്ക് തരല്ലേ എൻ്റെ അമ്മയെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം കുഞ്ഞ് റെസ്പോണ്ട് ചെയ്തതാണ് ഞങ്ങൾ കേൾക്കുന്നത്. ലിജി ഹോസ്പിറ്റലിൽ ICU കയറി ചെന്നപ്പം കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, കണ്ണ് ചെറുതായിട്ട് തുറക്കാൻ തുടങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം കുഞ്ഞ് ചെറുതായിട്ട് കൈ പൊക്കിയിട്ട് എഴുതുന്ന പോലെ കാണിച്ചു. ഉടനെ നേഴ്സിന് മനസ്സിലായി, പേപ്പറും പേനയും കൊടുത്തപ്പോൾ കുഞ്ഞത് 27 എനി എന്നെഴുതി. അപ്പം നേഴ്സ് ചോദിച്ചു ഈ 27 എന്തോ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണോ അതോ എന്തെങ്കിലും ടൂർ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ? അപ്പം ഞങ്ങൾ പറഞ്ഞു 27 ആണ് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ അന്ന് രാത്രി കുഞ്ഞിൻ്റെ അടുത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഈശോ കുഞ്ഞിൻ്റെ ശിരസിൽ കൈ തൊട്ടു. അങ്ങനെയാണ് കുഞ്ഞ് റെസ്പോണ്ട് ചെയ്തത്. കുഞ്ഞ് പെട്ടെന്നായിരുന്നു. പിന്നെ വെൻറ്റിലേറ്ററിൻ്റെ ട്യൂബ് ഉടനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റി, ഓക്സിജൻ കൊടുത്തു. ഓക്സിജൻ്റെ ട്യൂബ് മാറ്റി 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വാർഡിലേക്ക് മാറ്റി. കുഞ്ഞിൻ്റെ കൈക്കൊരു ഒടിവുണ്ട്, സ്റ്റീലിട്ടേക്കുവാണ്, ഒരു സർജറി ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. 5 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ടോട്ടൽ 22 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നുള്ളൂ. ഡിസ്ചാർജ് ചെയ്തു. അവന് ഒരു കുഴപ്പമില്ല, ഇപ്പോൾ അവന് സംസാരിക്കുന്നു. എല്ലാവരും പറഞ്ഞു അവൻ ബോധം വന്നാലും അവന് ബുദ്ധിമാന്ദ്യനായ ഒരു പയ്യനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അവന് പഴയ എല്ലാ കാര്യങ്ങളും അവന് ഓർമ്മയുണ്ട്. അവൻ സംസാരിക്കുന്നതിനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിനെല്ലാം മാതാവാണ് ഞങ്ങളെ ഇതാക്കിയത്. മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതുപോലെ തന്നെ ഞങ്ങൾ അനാഥാലയത്തിലൊക്കെ ഞങ്ങൾ മാസത്തിൽ 2 തവണ പൈസ അയച്ചു കൊടുക്കും. പിന്നെ ഞങ്ങൾ എന്നും സന്ധ്യാപ്രാർത്ഥന കുടുംബമായി സന്ധ്യാപ്രാർത്ഥന ചെയ്യാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ മണിക്കൂറുകൾ ഞങ്ങൾ ബൈബിൾ വായിക്കാറുണ്ട്. സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ ഒന്നിച്ച് കൈ കോർത്ത് നിന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലും. എൻ്റെ മോന് ഒരു വാക്ക് സാക്ഷ്യം പറയുന്നതാണ്. എൻ്റെ പേര് ജോഹാൻ ബിബിൻ. ഞാൻ 5th ഫ്ലോറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴോട്ട് വീണായിരുന്നു. 9 ദിവസം അൺകോൺഷ്യസ് ആയിരുന്നു. അമ്മയും അപ്പയും പറഞ്ഞു എൻ്റെ കണ്ടീഷൻ ഭയങ്കര ബാഡായിരുന്നെന്ന്.
ഞാനിപ്പം ജീവനോടെ നിൽക്കാൻ കാരണം അമ്മ മാതാവും ഈശോയും ആണ്. താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി.